ദൈവവചനത്തിൽ വളരുന്നവരെ ശക്തിയോടെ നിലനിൽക്കത്തുള്ളൂ. നീ എൻ്റെ വാക്കനുസരിച്ചത് കൊണ്ട് നിൻ്റെ സന്തതിയിലൂടെ നീ അനുഗ്രഹിക്കപ്പെടും. ദൈവം തരുമെന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ വാക്കുപോലെയല്ല, അത് തന്നിരിക്കും. പ്രിയപ്പെട്ടവരെ, വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ഈ ശുശ്രൂഷയിലൂടെ നിയോഗങ്ങൾ സമർപ്പിച്ചുള്ള ഈ ഒരു പ്രാർത്ഥനയുടെ 6ാമത്തെ ദിവസമാണിന്ന്. പ്രാർത്ഥനയോടെ, ആഗ്രഹത്തോടെ, പ്രതീക്ഷയോടെ നമ്മൾ പങ്കെടുക്കുകയാണ്. എല്ലാവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ദൈവകൃപയിൽ ഈ കഴിഞ്ഞ 5 ദിവസങ്ങളും നിങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹമായി എന്ന് ഞങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നു. കാരണം നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞങ്ങൾ ഒരുപാട് പേർ പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ഈ ഒരു അനുഗ്രഹത്തിൽ ദൈവം നിങ്ങളെ പങ്കാളികളാക്കുന്ന സമയമാണിത്. ദൈവം നമ്മളെ അനുഗ്രഹത്തിൽ ചേർത്ത് നിർത്തുകയാണ്, പങ്കാളികളാക്കുന്ന സമയമാണ്. ഈ സമയം നഷ്ടപ്പെടുത്തരുത്. ഈ ഒരു കൂട്ടായ്മയിൽ നിങ്ങൾ മാറി നിൽക്കരുത്. ഇത് വലിയൊരു കുടക്കീഴിൽ നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് നമ്മളുള്ളത്. വലിയ അനുഗ്രഹങ്ങളും നന്മകളും നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന സമയമാണ്. നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കുക. ഒരു നിമിഷം നിങ്ങൾ ഈ വചന ശുശ്രൂഷയിലേക്ക് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് നമ്മളെ തന്നെ പ്രതിഷ്ഠിക്കാൻ ഒരുങ്ങുന്ന സമയത്ത് ഒന്ന് പ്രാർത്ഥിച്ചൊരുങ്ങാമോ? നിങ്ങളെ വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടെ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. നിങ്ങളുടെ കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ ദൈവം ഇടപെടട്ടെ. നിങ്ങളുടെ രോഗങ്ങളെ ദൈവം സൗഖ്യമാക്കട്ടെ. നിങ്ങളുടെ അടഞ്ഞ വാതിലുകളെ ദൈവം തുറക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിറയാൻ ഇടവരട്ടെ. പരിശുദ്ധാത്മാവ് അതിനു വേണ്ടി നിങ്ങളെ ഒരുക്കുന്നതിന് നന്ദി പറയുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 38-ാമത്തെ വാക്യം. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. മറിയത്തെ മറ്റു സ്ത്രീകളെക്കാൾ വലിയൊരു അനുഗ്രഹിക്കപ്പെട്ടൊരു വ്യക്തിയായി മാറിയതിൻ്റെ പിന്നിലെ രഹസ്യം അറിയാമോ? ഇതുപോലെ ഒരു ദാസി മനോഭാവത്തിൽ നിന്ന് വചനത്തെ സ്വീകരിച്ചതാണ് അവളെ ശ്രേഷ്ഠയാക്കി മാറ്റിയത്. ഇതേ വചനമാണ് വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ഈ ദിവസങ്ങളിൽ. ഇതേ വചനമാ മറിയം സ്വീകരിച്ച അതേ വചനമാ പ്രിയരെ നിങ്ങളും സ്വീകരിക്കുന്നത്. ഈ കേൾക്കുന്ന വചനം സ്വീകരിക്കുമ്പോൾ നിങ്ങളെ ദൈവം ശ്രേഷ്ഠരാക്കി മാറ്റും. നിങ്ങളുടെ കുടുംബത്തെ ദൈവം ശ്രേഷ്ഠമാക്കി മാറ്റും. എവിടെയും തോറ്റുപോകത്തില്ല. വചനം നമ്മളെ തളർത്തുന്നതല്ല, വചനം നമ്മളെ വളർത്തുന്നതാണ്. വചനം നമ്മളെ നയിക്കുന്നതാണ്. ഇനി കേൾക്കുക. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവേ, അങ്ങയുടെ എളിയ ദാസനാണ് ഞാൻ, അങ്ങയുടെ എളിയ ദാസിയാണ് ഞാൻ. അങ്ങയുടെ വാക്ക്, അങ്ങയുടെ വചനത്തെ മറിയത്തെ പോലെ ഞാനും സ്വീകരിക്കുന്നു, എൻ്റെ കുടുംബവും സ്വീകരിക്കുന്നു. ആ വചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആ വചനം എനിക്കൊരു അനുഗ്രഹമാകണേ എന്നൊന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചേ. മനസ്സിലൊന്ന് പ്രാർത്ഥിച്ച്, അങ്ങയുടെ എളിയ ദാസനാണ് ഞാൻ, അങ്ങയുടെ എളിയ ദാസിയാണ് ഞാൻ, കുറവുള്ള ഒരാളാണ്. ഈ വചനം എന്നെ അനുഗ്രഹമാക്കി മാറ്റണമേ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് വചനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പരിശുദ്ധ അമ്മ സ്വീകരിച്ച ആ വചനത്തെ, ആ വചനം അവളെ ശ്രേഷ്ഠയാക്കി മാറ്റി. അപ്പോൾ വചനത്തിന് കൊടുത്ത വിലയാണ് ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ അതിനോട് ആധാരമായി എടുക്കുന്നൊരു വചനമാണ് ഉൽപ്പത്തി പുസ്തകം 22-ാമത്തെ അധ്യായം. ദൈവവചനവുമായി ബന്ധപ്പെട്ട് ദൈവത്തിൻ്റെ വാക്ക് സ്വീകരിച്ച മറിയം. ഇവിടെ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, വചനത്തെ ഒരാൾ സ്വീകരിക്കുമ്പോൾ അതിന് ദൈവം എത്രമാത്രം വില കൊടുക്കുന്നു എന്നറിയണം. അതാണ് പൗലോസ്ലീഹ പറഞ്ഞത്, ദൈവത്തിൻ്റെ വചനം മനുഷ്യൻ്റെ വചനമായിട്ടല്ല, ദൈവവചനമായിട്ട് തന്നെ ഞാൻ സ്വീകരിക്കുന്നു. അത് മനുഷ്യൻ്റെ വാക്കുകളായിട്ടോ കഥയായിട്ടോ രസകഥകളായിട്ടോ ഉപമകളായിട്ടോ എന്ന് മാത്രമല്ല, അത് ദൈവത്തിൽ നിന്ന് ദൈവവചനമായി തന്നെ ഞാൻ സ്വീകരിക്കുന്നു. നിങ്ങളും ഈ കേൾക്കുന്ന വചനം ദൈവവചനമായി നിങ്ങൾ സ്വീകരിക്കുക. അത് നിങ്ങളുടെ ജീവിതത്തെ ശ്രേഷ്ഠകരമാക്കി മാറ്റും. ഇന്ന് നോക്കൂ, ഇന്ന് ഒത്തിരി പേർക്ക് ജീവിതം എന്നാണെന്നറിയില്ല. ബിടെക് ഉണ്ട്, എംടെക് ഉണ്ട്, എല്ലാ കഴിവുകളും ഡോക്ടറേറ്റും എല്ലാം ഉണ്ട്. പക്ഷെ ജീവിതം എന്നാന്ന് മാത്രം അറിയില്ല. വചനത്തിൽ വളരുന്ന ഒരാൾക്ക് മാത്രമേ ജീവിതം എന്നാണെന്നും കൂടെ അറിയാൻ പറ്റുള്ളൂ.
ബാക്കി എല്ലാം ഇന്ന് ആൾക്കാർക്ക് അറിയാം. കൊച്ചു പിള്ളേർക്ക് വരെ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ അറിയാം. എല്ലാ അറിവുകളും എല്ലാ മനുഷ്യനും അത്യാവശ്യം അറിയാം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. പുതിയൊരു കാറ് നിരത്തിലിറങ്ങിയാൽ അതിൻ്റെ സവിശേഷതകൾ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാം. പക്ഷെ ജീവിതം എന്നാണെന്നറിയില്ല. ജീവിതം എന്നാണെന്നറിയാത്ത പെട്ടെന്ന് തളർന്നു പോകുന്ന, മനസ്സ് തളരുന്ന ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത്. എല്ലാം അറിയാം, പക്ഷേ പെട്ടെന്ന് തളർന്നു പോകും, പെട്ടെന്ന് അവർ വീണു പോകും, പെട്ടെന്ന് അവർ ശുഷ്കിച്ചു പോകും, വാടിപ്പോവും. ശക്തിയില്ല. ദൈവവചനത്തിൽ വളരുന്നവരെ ശക്തിയോടെ നിലനിൽക്കത്തുള്ളൂ. നമുക്കിന്ന് ദൈവവചനം സ്വീകരിക്കുന്ന ഒരാൾക്ക് ദൈവം കൊടുക്കുന്ന വില ഒന്നറിയാൻ ആഗ്രഹിക്കുകയാണ്, പറയാൻ ആഗ്രഹിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ അബ്രാഹത്തിൻ്റെ ബലിയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അവിടെ വായിക്കേണ്ട ഒരു വാക്കാണ്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ ഓരോ വാക്കുകളും വായിക്കുമ്പോൾ അബ്രാഹാം ദൈവത്തിൻ്റെ വാക്ക് കേട്ട മനുഷ്യനാണ്. കേൾക്കുക മാത്രമല്ല, അനുസരിച്ച ഒരാളാണ്. അബ്രാഹാം ആരാണെന്ന് വായിക്കുമ്പോൾ അബ്രാഹത്തോട് ദൈവം പറയാണ്, നിൻ്റെ മകനെ മലമുകളിൽ എനിക്ക് വേണ്ടി ബലിയർപ്പിക്കണം എന്നെല്ലാം പറഞ്ഞ് മകനെയും കൂട്ടി ബലിയർപ്പിക്കാൻ പോകുന്നത് ദൈവത്തിൻ്റെ വാക്കു കേട്ടിട്ടാണ്. ദൈവത്തിൻ്റെ വാക്കാണ്, ആ വാക്കിനാണ് വില കൊടുത്തത്. ഭാര്യയോട് പോലും അബ്രാഹാം പറഞ്ഞില്ല ഞങ്ങൾ ഇന്നതുപോലെയാണ് ദൈവം പറഞ്ഞ. ആ വാക്കിന് വില കൊടുത്ത് അബ്രാഹാം പോകുന്നു. ദൈവത്തിൻ്റെ വാക്കിന് വില കൊടുക്കുന്നവർ എവിടെയും നിരാശപ്പെടേണ്ടി വരില്ല. അവരുടെ ജീവിതം എവിടെയും പെട്ടുപോകില്ല. അവരുടെ ജീവിതം എവിടെയും തകർന്നു പോകില്ല. കാരണം അവർ നിൽക്കുന്നത് ദൈവത്തിൻ്റെ വാക്കിലാണ്, ദൈവത്തിൻ്റെ വചനത്തിലാണ്. ഇന്ന് നമ്മൾ എത്രയോ പേർക്ക് ബൈബിൾ ഒരു പുസ്തകമാണെന്നേ അറിയത്തുള്ളൂ. വായിക്കാത്തൊരു പുസ്തകം കണക്ക് പ്രാർത്ഥനാമുറിയിൽ ഇരിക്കുന്നു എന്നതിനപ്പുറം ഈ വചനത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്നാ അറിയാം? ഈ വചനം ദിവസവും വായിക്കാത്ത എത്രയോ പേരുണ്ട്. എന്നെ കേൾക്കുന്ന എത്രയോ പേർ ഇതിനകത്തെ 10 വചനങ്ങൾ പോലും അറിയാത്തവരുണ്ട്. ഇത് കേവലം പുസ്തകമായി സ്കൂളിൽ പഠിക്കാൻ തന്നിട്ടുള്ള സിലബസ് അല്ല. ഇത് ദൈവത്തിൻ്റെ വചനമാണ്. ഇത് എല്ലാ ദിവസവും ഒരാൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യേണ്ടതാണ്. ഇത് ദൈവത്തിൻ്റെ വചനമാണ്. ഈ വചനത്തെ സ്വീകരിക്കുന്നവരുടെ ജീവിതം ശ്രേഷ്ഠമാകുമെന്നല്ലേ മറിയത്തിൻ്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇവിടെ ഒരു വാക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. അബ്രാഹാം ബലിയർപ്പിക്കാൻ പോകുന്ന സാഹചര്യമാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ബലിയർപ്പിക്കാൻ പോകുമ്പോൾ ദൈവം പറയുന്നൊരു വാക്കുണ്ട്, നീ എൻ്റെ വാക്കനുസരിച്ചതുകൊണ്ട് നിൻ്റെ മക്കൾ പോലും അനുഗ്രഹിക്കപ്പെടുമെന്ന്. അതാണ് 22-ാം അധ്യായം 18-ാമത്തെ വാക്യം. എല്ലാവരും ഒന്ന് ശ്രദ്ധയോടെ കേൾക്കാമോ? ഉൽപ്പത്തി പുസ്തകം 22-ാമത്തെ അധ്യായം. ദൈവവചനം അനുസരിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന വില എന്താണെന്ന് കേട്ടു. 22-ാം അധ്യായം 18-ാമത്തെ വാക്യം അബ്രാഹത്തോട് പറഞ്ഞു, അബ്രാഹാം നീ എൻ്റെ വാക്ക് അനുസരിച്ചത് കൊണ്ട് നിൻ്റെ സന്തതിയിലൂടെ ലോകത്തെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. അപ്പനെന്ന നിലയിൽ അബ്രാഹാം ദൈവത്തിൻ്റെ വാക്കനുസരിച്ചിട്ട് കിട്ടിയത് തലമുറ അനുഗ്രഹമാവുന്നത്. ഒന്നും കൂടെ ആ വാക്ക് ഞാൻ വായിക്കുകയാണ്. അബ്രാഹത്തോട് ദൈവം പറയാണ്, നീ എൻ്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നിൻ്റെ മക്കളിലൂടെ. നോക്കൂ, ദൈവവചനം സ്വീകരിക്കുന്ന നിങ്ങൾക്ക് മാത്രമല്ല അതിൻ്റെ ഗുണം, നിങ്ങളുടെ മക്കൾക്കും തലമുറകൾക്കും അതിന് ദൈവം അനുഗ്രഹം കൽപ്പിച്ചിട്ടുണ്ട്. ഇത് കേവലം ഒരറിവല്ല പറയുന്നത്, ഇത് ബൈബിളിലെ സത്യസന്ധമായ യാഥാർത്ഥ്യങ്ങളാണ്. എൻ്റേതായ ഭാവനയിൽ കണ്ട കഥകളോ അല്ലെങ്കിൽ ഭാവനയിൽ വന്ന ആശയങ്ങളോ അല്ല ഇവിടെ വിളമ്പുന്നത്. നോക്കൂ, ബൈബിൾ എടുത്ത് തുറന്ന പുസ്തകം പോലെ കയ്യിൽ വെച്ച് വായിക്കൂ. 22-ാം അധ്യായം 18-ാമത്തെ വാക്യം. നീ എൻ്റെ വാക്കനുസരിച്ചതുകൊണ്ട് നിൻ്റെ സന്തതിയിലൂടെ ലോകത്തെ ജനതകൾ അനുഗ്രഹിക്കപ്പെടും. ഇന്ന് മക്കളിലൂടെ പലരും അനുഗ്രഹിക്കപ്പെടുകയല്ല ചെയ്തേ, മക്കളിലൂടെ പലരും വിഷമിച്ചുകൊണ്ടായിരിക്കുന്നത്. ഒരുപാട് പേരുടെ ദുഃഖമാണ് മക്കളില്ലെന്നോർത്തൊരു ദുഃഖം. വേറെ ഒരു കൂട്ടർ മക്കളുണ്ടല്ലോ എന്നോർത്ത ദുഃഖമാണ്. വേറൊരു കൂട്ടർ മക്കൾ വേണ്ടായിരുന്നു എന്ന് ചിന്തിച്ചുകൊണ്ടുള്ള ദുഃഖമാണ്. പക്ഷേ ഇതാ അബ്രാഹത്തോട് ദൈവം, നീ എൻ്റെ വാക്കനുസരിച്ചുകൊണ്ട് നിൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടും. എന്നെ കേൾക്കുന്ന ഓരോ കുടുംബത്തോടും ഞാൻ പറയാം, ഇത് കേവലം സ്കൂളിൽ പിള്ളേർ പഠിക്കുന്ന കെമിസ്ട്രിയുടെ പുസ്തകം ഇരിക്കുന്നത് പോലെ, ബയോളജിയുടെ പുസ്തകം ഇരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൻ്റെ പുസ്തകം ഇരിക്കുന്ന പോലെ മേശപ്പുറത്തിരുന്നിട്ട് കാര്യമില്ല. ഇത് ദൈവത്തിൻ്റെ വചനമാണ്. ഇത് കൈകളിലെടുക്കണം, ഇത് വായിക്കണം, ഇതിനെക്കുറിച്ച് ചിന്തിക്കണം. നിങ്ങളങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ കുടുംബം മുഴുവൻ, നിങ്ങൾ പോലും അനുഗ്രഹിക്കപ്പെടുകയാണ്. നിങ്ങളുടെ കുടുംബം നിങ്ങൾ പോലും അറിയാതെ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അബ്രാഹത്തോട് ദൈവം പറഞ്ഞ വാക്ക് 1000 വട്ടം പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്.
10,000 വട്ടം വലിയ മൈക്കിൻ്റെ സഹായത്തോടെ, ബോക്സിൻ്റെ സഹായത്തോടെ ലോകത്തോട് വിളിച്ചു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു, നീ എൻ്റെ വാക്കനുസരിച്ചത് കൊണ്ട് നിൻ്റെ സന്തതിയിലൂടെ നീ അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിൻ്റെ വാക്കനുസരിച്ച ഒരാളാണ് അബ്രഹാം. ഈ വാക്കിന് വല്ല ഗുണമുണ്ടോ? 22-ാം അധ്യായത്തിൽ ഒരു കാര്യം ശ്രദ്ധിച്ചേ. ദൈവത്തിൻ്റെ വാക്കിന് വില കൊടുത്തുപോയ അബ്രഹാം കണ്ട അനുഭവങ്ങൾ ഒത്തിരിയാണ്. അബ്രഹാത്തോട് ദൈവം പറഞ്ഞു, നിൻ്റെ മകനെ ബലിയർപ്പിക്കണം. മലമുകൾ കയറുകയാണ്. ആ വാക്കിന് വില കൊടുത്ത് മല കയറിയവരുണ്ട്. മല കയറിയതാണ് അബ്രഹാം. ദൈവത്തിൻ്റെ വാക്കിന് വില കൊടുത്ത് സങ്കടങ്ങളും വിഷമങ്ങളുമായിട്ടിരിക്കുന്നവർക്കുള്ളൊരു ദൂത് പറയാൻ പോവാണ്. അബ്രഹാം തൻ്റെ മകനെ ബലിയർപ്പിക്കാൻ പോകുമ്പം തീയെടുത്തു, വിറകെടുത്തു, കത്തിയെടുത്തു. പക്ഷെ മകൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അപ്പാ വിറകും തീയും കത്തിയുണ്ട്, ബലിവസ്തു എവിടെ? അപ്പം ബലി അർപ്പിക്കാൻ ആർക്കുകൂടി അറിയായിരുന്നു? ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിലുള്ള പലർക്കും എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് പോലും അറിയില്ല, എങ്ങനെ ആരാധിക്കേണ്ടതെന്നറിയില്ല, എങ്ങനെയാണ് പാടേണ്ടതെന്നറിയില്ല, വചനം വായിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. ഇതുപോലുള്ള സംവിധാനങ്ങളോ പഠിപ്പിക്കുന്ന വേദപാഠ ക്ലാസ്സുകളോ തിയോളജിക്കൽ സെൻ്ററുകളോ ഒന്നുമില്ലാത്ത അത്രയും വർഷം പഴക്കമുണ്ടായിരുന്ന കാലത്ത് അബ്രാഹത്തിൻ്റെ മകൻ ചോദിക്കുകയാണ് അപ്പനോട്, ഇത്രയും പ്രായമുള്ള ചെറിയൊരു കൊച്ചു ചോദിക്കുകയാണ്, അപ്പാ വിറകുണ്ട്, തീയുണ്ട്, കത്തിയുണ്ട്, ബലിവസ്തു എവിടെ? അബ്രാഹത്തിൻ്റെ മകന് വരെ അറിയായിരുന്നു എങ്ങനെയായിരുന്നു ബലി അർപ്പിക്കേണ്ടതെന്ന്. ഈ വിമലഹൃദയ പ്രതിഷ്ഠയിലൂടെ പ്രാർത്ഥനയിൽ നിയോഗത്തോടെ പങ്കെടുക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും കേട്ടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ശരിയാവണ്ണം കുരിശു വരയ്ക്കാൻ പോലും അറിയില്ല. ബൈബിളിലെ ഒരു കാര്യവും അധികമായി അറിയത്തില്ല. അവർക്കതിൻ്റെ വില അറിയത്തില്ല. അതെന്തിനാണെന്ന് അവർ ചോദിക്കുന്നത്. എന്തിന് പ്രാർത്ഥിക്കണം, എന്തിന് പള്ളിയിൽ പോകണം, എന്തിന് ബൈബിൾ വായിക്കണം, അതില്ലേലും ജീവിക്കാൻ പറ്റുമല്ലോ എന്ന് അവർ വാദിച്ച് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് പലതും പറഞ്ഞ്. ശ്രദ്ധിക്കൂ, അബ്രാഹത്തിൻ്റെ കാലത്ത് ഇസഹാക്കൊക്കെ അനുഗ്രഹിക്കപ്പെടാൻ കാരണം അബ്രാഹത്തിൻ്റെ മകൻ ഇസഹാക്കിന് വരെ എങ്ങനെയായിരുന്നു ബലി അർപ്പിക്കണം എന്നറിയായിരുന്നു. ദൈവത്തിൻ്റെ വാക്കിന് വില കൊടുത്ത അബ്രാഹത്തിൻ്റെ മകൻ തോന്നിയാസിയായി പോയില്ല, അനുഗ്രഹിക്കപ്പെട്ടവനായി വളർന്നുവെന്ന് ഈ വേദപുസ്തകം സത്യസന്ധമായി വിളിച്ചു പറയുന്നുണ്ട്. ദൈവവചനത്തിൻ്റെ വില കൊടുക്കുന്നവർ ആ വീടും ആ തലമുറയും രക്ഷപ്പെടും, ശ്രേഷ്ഠമായി മാറും. അതാണ് മറിയത്തിൻ്റെ ജീവിതത്തിലൂടെ നമ്മൾ പഠിച്ചത്. ഇനി കേൾക്കൂ, ബലിയർപ്പിക്കാൻ മലമുകളിലേക്ക് കയറിയപ്പം എന്തുകൊണ്ടോ ഇല്ല, ഒരു ടിപ്പർ ലോറി നിറച്ച് കല്ലുമായിട്ടല്ല പോയത്. ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ദൈവം ഇടപെട്ട കാര്യമാണ്. ഇതുപോലൊരു ഇടപെടൽ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും. വിറക്, തീയ്, കത്തി. മകൻ ചോദിച്ചു ബലിവസ്തുവിടെ. അപ്പോൾ അബ്രഹാം പറഞ്ഞൊരു വാക്കുണ്ട്, 5 മിനിറ്റ് പോലും ആലോചിക്കാതെ, 10 മിനിറ്റ് തലപുകഞ്ഞ് ആലോചിക്കാതെ ഉടനെ ഒരു മറുപടി പറഞ്ഞു, ദൈവം തരും. ഈ മാതാവിൻ്റെ വിമലഹൃദയ പ്രതിഷ്ഠയ്ക്കൊരുക്കമായി നിൽക്കുന്ന ഈ പ്രാർത്ഥിക്കുന്ന നിങ്ങളോട്, നിങ്ങളുടെ നിയോഗത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട്, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിൻ്റെ മുമ്പിൽ നിന്നും ശാലോമിലേക്ക് നിങ്ങൾ വിളിച്ചറിയിച്ച ഓരോ നിയോഗത്തിൻ്റെയും മുമ്പിൽ നിന്നുകൊണ്ട് ഉറക്കെ അബ്രാഹത്തിൻ്റെ വാക്ക് പറയട്ടെ, ദൈവം തരും, ദൈവം തരും. ദൈവം തരുമെന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ വാക്ക് പോലെയല്ല, അത് തന്നിരിക്കും. നിങ്ങളുടെ നിയോഗത്തെ നോക്കി, നിങ്ങളുടെ ആവശ്യങ്ങളെ നോക്കി ദൈവത്തിൻ്റെ ഈ വാക്ക് ഈ തുറന്ന ബൈബിളിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയും, ദൈവം തരും. നിങ്ങളുടെ വീടുകളിൽ മുഴുവൻ എല്ലാ മുറികളിലും കേൾക്കത്തക്ക വിധം വിളിച്ചു പറയുന്നു, ദൈവം തരും. ഈ പ്രശ്നത്തിന് പരിഹാരം ദൈവം തരും. ദൈവം ഉത്തരം നൽകും, ദൈവം പരിഹാരം കൽപ്പിക്കും, ദൈവം തരും. അങ്ങനെ മലമുകളിൽ കയറി ചെന്ന് എന്താ എഴുതിയിരിക്കുന്നൊരു വാക്കുണ്ട്, അവിടെ കല്ല് പെറുക്കാൻ വേണ്ടി അബ്രാഹാം കുറച്ച് സമയം മാറ്റിവെച്ച് കാണും. എഴുതിയിരിക്കുന്ന വാക്ക്, അവൻ ബലിപീഠം പണിതു എന്നാണ്. ബലിപീഠം പണിതത് കൊണ്ടുപോകാൻ നേരത്ത് തോളത്ത് കല്ലിട്ടല്ല പോയത്. അവിടെ ചെന്ന് വിറകും കത്തിയൊക്കെ അവിടെ വച്ച് ഇതിലേ നടന്ന് കല്ലുകൾ പെറുക്കി എടുത്ത് കൂട്ടിവെച്ച് ബലിപീഠം പണിതു, വിറക് വച്ചു. തൻ്റെ മകനായ ഇസഹാക്കിനെ അതിൻ്റെ മുകളിൽ കിടത്തി. അപ്പോഴൊന്നും ഈ കല്ല് പെറുക്കാൻ പോയപ്പോഴൊന്നും അപ്പുറത്തൊരാട് മുൾച്ചെടികൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന അബ്രാഹാം കണ്ടില്ല, ഒന്നും കണ്ടില്ല. അവിടെ ഒരു ഒച്ചയോ ബഹളമോ ഒരാടിനെയോ കണ്ടില്ല. അതിനുശേഷം തൻ്റെ അരയിലുണ്ടായിരുന്ന കത്തിയെടുത്ത് ഈ ഇസഹാക്കിൻ്റെ ശരീരത്ത് കുത്തിയിറക്കാൻ നേരത്ത് അതിൻ്റെ കൈപ്പിടിയിൽ ആ കത്തിയെ ഉയർത്തി, കത്തിയുടെ മുനയും ഇസഹാക്കിൻ്റെ ശരീരവും തമ്മിൽ സെക്കൻഡിൻ്റെ ഗ്യാപ്പുള്ളപ്പോൾ, ചില സെക്കൻഡുകളുടെ വ്യത്യാസമുള്ളപ്പോൾ ഒരു വലിയ ഒരു സ്വരം അബ്രഹാം കേൾക്കുന്നു. അബ്രഹാം, അബ്രഹാം എന്നൊരു വിളി കേൾക്കുന്നു. അബ്രഹാം ഞെട്ടിപ്പോകുന്നു. എന്നിട്ട് പറയുവാണ്, കുട്ടിയെ തൊട്ടുപോകരുത്. ദൈവം ഇടപെട്ട സമയം അബ്രാഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന കത്തിയുടെ മുനയും ഇസഹാക്കിൻ്റെ ശരീരവും തമ്മിൽ വളരെ മൈന്യൂട്ട് സെക്കൻഡിൻ്റെ വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് ദൈവം അബ്രാഹത്തെ വിളിക്കുന്നത്, അബ്രഹാം,
അബ്രഹാം തൊട്ടുപോകരുത്. ഇതാണ് ദൈവത്തിൻ്റെ ഇടപെടൽ. ഇതിനു മുമ്പ് അബ്രഹാം പറഞ്ഞൊരു വാക്കുണ്ട്, ദൈവം തരും. എന്നിട്ട് അബ്രഹാം അടുത്ത വാക്യത്തിൽ, ഈ വാക്യം വായിക്കുമ്പോൾ അറിയാൻ പറ്റും, അബ്രഹാം തല ഉയർത്തി നോക്കി. എഴുതിയിട്ടൊരു വാക്കാണ്. അബ്രഹാം തല ഉയർത്തി നോക്കിയപ്പോൾ ദൈവം പറഞ്ഞു, ഇതാ അപ്പുറത്ത് മുൾച്ചെടികൾക്കിടയിൽ ഉടക്കിക്കിടക്കുന്ന ഒരു ആട്. അപ്പോൾ ഈ ആട് എവിടെ നിന്ന് വന്നു? ഇതിലെ മുഴുവൻ ഈ ബലിപീഠം പണിയാൻ നേരത്ത് കല്ല് പെറുക്കിയ സമയത്ത് ഈ ആട് അവിടെ ഇല്ലായിരുന്നല്ലോ. അപ്പോൾ ഭാവനാത്മകമായ ഒരു കാര്യം പറയട്ടെ, അബ്രഹാം തൻ്റെ മകനെ ബലിയർപ്പിക്കാൻ ഈ മല കയറിയപ്പം തൊട്ടടുത്ത സ്ഥലത്തൂടെ ഈ പ്രശ്നത്തിന് പരിഹാരവും ദൈവം കയറ്റിക്കൊണ്ടുവന്ന് അവിടെ നിർത്തി. അതാണ് തല ഉയർത്തി നോക്കിയപ്പോൾ ദൈവം ഒരുക്കിയതിനെ അബ്രഹാം കണ്ടു. വാക്കു പറഞ്ഞ ദൈവം വിശ്വസ്തനാണ്. ദൈവം തരും എന്ന് പറയും. ഇതുപോലെ തന്നെയാണ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇന്ന് നിങ്ങളും അബ്രാഹത്തെ പോലെ ഒരു മല കയറുകയാണ്. ഒത്തിരി വിഷമങ്ങളായി, സങ്കടങ്ങളായി, പല കാര്യങ്ങൾക്ക് ഉത്തരവില്ല, എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു മനസ്സും ശരീരവും ഒക്കെ വിഷമം കൊണ്ട് ബലൂണ് കാറ്റ് നിറച്ച് ഊതി വീർപ്പിച്ചതുപോലെ മനസ്സും ഹൃദയവും എല്ലാം ഇങ്ങനെ ആകെ വീർത്ത് ആകെ സങ്കടപ്പെട്ടിരിക്കുന്ന നിങ്ങൾ അബ്രാഹത്തെ പോലെ മല കയറുമ്പോൾ നിങ്ങൾ കയറുന്ന മല കാണുന്നൊരു ദൈവമുണ്ട്. കൃത്യസമയത്ത് നിൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെടും. ഈ പരിശുദ്ധ അമ്മയിൽ ഇടപെട്ട ഒരു ദൈവമില്ലേ, ആ ദൈവം നിൻ്റെ ജീവിതത്തിലും ഇടപെട്ടിരിക്കും. ഒരു അത്ഭുതം നീ കണ്ടിരിക്കും. അബ്രാഹത്തോട് ദൈവം പറഞ്ഞു, നീ കുഞ്ഞിൻ്റെ മേൽ കത്തി വയ്ക്കരുത്, കൊല്ലരുത്, ഇത് ആടിനെ പിടിച്ച് ബലി അർപ്പിക്കുക. സ്വപ്നത്തിൽ പോലും അബ്രാഹാം വിചാരിച്ചില്ലായിരിക്കും ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ ദൈവം ഇടപെടുമെന്ന്. ചിന്തിക്കാത്ത വിധത്തിലാണ് ദൈവം ഇടപെട്ടത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിലും ഈ വിമല ഹൃദയ പ്രതിഷ്ഠ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന നിൻ്റെ ജീവിതത്തിൽ, നിൻ്റെ കുടുംബത്തിൽ ഈ 33 ദിവസം കഴിയുമ്പോൾ നീയും പറയും, ഞാൻ ചിന്തിച്ചതുപോലെ ഒന്നുമല്ല കാര്യങ്ങൾ പോയത്, എന്നെ ദൈവം അത്ഭുതകരമായി എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടു എന്ന് ഒരു സാക്ഷ്യം പറയത്തക്ക വിധം ദൈവം നിന്നെ തൊട്ടിരിക്കും. ദൈവത്തിൻ്റെ വാക്ക് അനുസരിക്കുന്ന എല്ലായിടത്തും അനുഗ്രഹമുണ്ട്. ദൈവത്തിൻ്റെ വാക്കനുസരിക്കുന്ന എല്ലായിടത്തും, പരിശുദ്ധ അമ്മയിൽ എന്നല്ല, അബ്രാഹത്തിൽ നിന്നല്ല. ഇനി യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ കാനായിൽ നിന്നൊരു വിവാഹം നടക്കുമ്പോൾ പരിശുദ്ധ അമ്മ ഒരു വാക്കേ പറഞ്ഞുള്ളൂ, അവൻ പറയുന്ന പോലെ ചെയ്യ്. ആ വാക്കനുസരിച്ച് ആ കല്യാണ വീട്ടിൽ അത്ര അനുഗ്രഹം ഉണ്ടാകാൻ കാരണം എന്നറിയാമോ? അവിടെ കുറേ ആണുങ്ങളും സ്ത്രീകളും പുരുഷന്മാരും എല്ലാം ഉണ്ട്. അപ്പം ദൈവം പറഞ്ഞ വാക്ക്, പരിശുദ്ധ അമ്മ പറഞ്ഞ് അവൻ പറയുന്ന പോലെ ചെയ്യാൻ പറഞ്ഞപ്പം അനുസരണയുള്ള കുറച്ച് ദാസന്മാർ ആ വീട്ടിലുണ്ടായിരുന്നു. പിന്നെ വീഞ്ഞു തീർന്നു പോയപ്പോൾ അടുത്ത സ്ഥലത്ത് പോയി മേടിക്കുമല്ലാണ്ട് കിണറ്റിൽ നിന്ന് വെള്ളം കോരുവാണോ ചെയ്യേണ്ടതെന്ന് തർക്കുത്തരം പറയുന്ന, ന്യായീകരിക്കുന്ന ആരും ആ വീട്ടിലില്ലായിരുന്നു. ദൈവത്തിൻ്റെ വാക്ക് പറഞ്ഞപ്പോൾ അനുസരിക്കുന്ന കുറച്ച് പേര് എവിടെയുണ്ടോ അവിടെ അനുഗ്രഹമുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ അതിന് തർക്കുത്തരം പറയാതെ ന്യായീകരിക്കാതെ അനുസരിക്കുന്ന ഒരാളുണ്ടോ, അനുഗ്രഹമുണ്ട് അവിടെ. ദൈവവചനം ഏറ്റെടുക്കുന്നവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ചിരിക്കും. അവിടെ ദൈവം പ്രവർത്തിച്ചിരിക്കും. കാനായിലെ കുടുംബത്തിൽ വീഞ്ഞു തീർന്നു പോയപ്പോൾ 10 കിലോമീറ്റർ അപ്പുറത്തുള്ളൊരു കിണറ്റിൽ പോയി കോരാനല്ല പറഞ്ഞത്, സ്വന്തം കൺമുമ്പിലുണ്ടായിരുന്നു നന്മ. സ്വന്തം വീട്ടുമുറ്റത്തെ കിണറ്റിൽ നിന്ന് വെള്ളം കോരാനാണ് പറഞ്ഞത്. അത്രയും അടുത്തുണ്ടായിരുന്നു. അവനേക്കാൾ ബുദ്ധിയുള്ള ആരും കണ്ടില്ലല്ലോ ഈ കിണറ്റിൽ കിടക്കുന്ന ഈ വെള്ളത്തെ വീഞ്ഞിൻ്റെ രൂപത്തിൽ. പക്ഷെ ദൈവം കണ്ടു. ആരും കാണാത്തതിനെ നിന്റെ ജീവിതത്തിൽ ദൈവം കൊണ്ടുവരും, കാണിച്ചു തരും, അത്ഭുതങ്ങൾ ചെയ്യും. അത്ഭുതങ്ങൾ ഒരുപാട് അകലെയല്ല, നമ്മുടെ കൺമുമ്പിൽ തന്നെ ദൈവം കാണിച്ചു തരും. ദൈവത്തിൻ്റെ വാക്കനുസരിച്ച് എന്തിന് മാറ്റമുണ്ടായി? പച്ച വെള്ളത്തിന് വരെ മാറ്റമുണ്ടായി. ദൈവത്തിൻ്റെ വാക്കനുസരിച്ചപ്പം പച്ചവെള്ളം വരെ അതിൻ്റെ കാഴ്ചയിൽ മാറി, അതിൻ്റെ ഭംഗിയിൽ മാറി, നിറത്തിൽ മാറി, ഗുണത്തിൽ മാറി, രുചിയിൽ മാറി. വാക്കനുസരിച്ചപ്പോൾ കിണറ്റിലെ വെള്ളത്തിന് വരെ മാറ്റമുണ്ടായെങ്കിൽ ദൈവത്തിൻ്റെ വാക്ക് നിങ്ങൾ വിശ്വസിച്ച് സ്വീകരിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം മാറ്റങ്ങൾ കൊണ്ടുവരും, അനുഗ്രഹങ്ങൾ കൊണ്ടുവരും. അത് വിളമ്പിയപ്പോൾ ആളുകൾ ചോദിച്ചു, ഇത്രയും നല്ലത് എവിടെയായിരുന്നു സൂക്ഷിച്ചു വച്ചത്? എനിക്ക് വേണ്ടി അനുഗ്രഹം സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഒരു ദൈവമുണ്ട്. മറ്റൊരു കാര്യം പറയട്ടെ, ദൈവവചനം സ്വീകരിക്കുന്നവർക്ക് വേണ്ടി ദൈവം അനുഗ്രഹത്തെ കരുതി വച്ചിട്ടുണ്ട്. അവരുടെ ജീവിതത്തെ അത്ഭുതമാക്കാൻ ദൈവം പ്ലാനിട്ടിട്ടുണ്ട്. ഇതൊക്കെ സത്യമാണ്. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ വേഗത്തിൽ സംസാരിക്കുമ്പോഴും പറയുമ്പോഴും ഇതിൻ്റെ മുഴുവനായ അർത്ഥത്തിൽ നിങ്ങൾ എവിടെയെങ്കിലും മനസ്സിലാക്കാതെ പോയാൽ ക്ഷമിക്കുക. ഈ വാക്യങ്ങൾ ചേർത്ത് വച്ച് ഒന്നും കൂടെ ചിന്തിക്കണം. അബ്രാഹാം എപ്പോഴാണ് അനുഗ്രഹിക്കപ്പെട്ടത്? ദൈവം പറഞ്ഞു, നീ എൻ്റെ വാക്കനുസരിച്ചുകൊണ്ട്. കാനായിലെ കുടുംബത്തിൽ പ്രതിസന്ധി ഉണ്ടായപ്പോൾ വെള്ളം വീഞ്ഞായത് അവിടെ വലിയ സ്വാധീനമുള്ള കുറേ പേരുണ്ടായത് കൊണ്ടല്ല, ദൈവത്തിൻ്റെ വാക്കനുസരിച്ച കുറച്ച് ശുശ്രൂഷകർ, ദാസന്മാർ ആ വീട്ടിലുണ്ടായിരുന്നു. പാത്രം എടുത്ത് ഇവിടെ വക്ക്, വെള്ളം കോരി നിറയ്ക്കെന്ന് പറഞ്ഞപ്പം ആ വാക്കനുസരിക്കുന്ന കുറച്ച് പേർ ആ വീട്ടിലുണ്ടായിരുന്നു. നിങ്ങളുടെ വീട്ടിലും ദൈവത്തിൻ്റെ വാക്കിന് വില കൊടുക്കുന്ന ഒരു തലമുറ എഴുന്നേറ്റ് വരട്ടെ.
ദൈവത്തിൻ്റെ വാക്ക് അതിന് വില കൊടുക്കുന്ന, അതിനെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന തലമുറ എഴുന്നേറ്റ് വരട്ടെ. ഒരു കാര്യം നിങ്ങളോട് ശ്രദ്ധിച്ചു പറയാം, അത് നിങ്ങൾ ഡയറിയിൽ വേണേൽ എഴുതി വെച്ചോളുക. ദൈവത്തിൻ്റെ വചനത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നവനെ ദൈവവും ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിരിക്കും. ദൈവത്തിൻ്റെ വചനം ഉയർത്തുന്നവരെ ദൈവവും ഉയർത്തും. ദൈവത്തിൻ്റെ വചനം ഉയർത്തിയ ഒരാളും ദാരിദ്ര്യത്തിൽ കഴിയുന്നില്ല. ദൈവത്തിൻ്റെ വചനത്തെ ഉയർത്തിയ ഒരു പ്രസ്ഥാനവും തകർന്നു പോയിട്ടില്ല. ദൈവത്തിൻ്റെ വചനത്തെ സ്നേഹിച്ച ഒരാളുടെ ജീവിതം നിരാശ കയറിയിട്ടില്ല. നോക്കിക്കോ, നിങ്ങൾ പഠിച്ചോ. ദൈവവചനത്തെ എവിടെയൊക്കെയാണോ, രാജ്യമായാലും പ്രസ്ഥാനമായാലും ഒരു സ്ഥാപനമായാലും വീടായാലും ദൈവവചനത്തിന് വില കൊടുക്കാത്തവരുടെ ജീവിതമേ തകർന്ന് തരിപ്പണമായി ഡിസോർഡറായി പോയിട്ടുള്ളൂ. ദൈവവചനം ഉയർത്തിയവരുടെ ജീവിതത്തെ ഒക്കെ ദൈവവും ഉയർത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനത്തെ ഉയർത്താൻ തുടങ്ങിയപ്പോൾ മുതലുള്ള ഉയർച്ചയെ എനിക്കുള്ളൂ. നിങ്ങളുടെ മുമ്പിൽ നിൽക്കാനുള്ള ഒരു യോഗ്യതയും ഒരു ഉയർച്ചയും ഒരു സാഹചര്യവും ഒന്നും എനിക്കില്ല എന്ന് എനിക്ക് പ്രസംഗിക്കുന്ന എനിക്ക് നന്നായിട്ട് അറിയാം. എന്നേക്കാൾ അറിവുള്ളവരും കഴിവുള്ളവരും മെച്ചമുള്ളവരും വീടുള്ളവരും സാമ്പത്തികമുള്ളവരും പഠനമുള്ളവരും എന്നെ കേൾക്കുന്നവരുണ്ട്. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാനുള്ള ഒരേ ഒരു യോഗ്യത ദൈവം എനിക്ക് തന്നത് ഈ പുസ്തകം, ഈ വചനം ഉയർത്തിയപ്പോൾ കിട്ടിയ യോഗ്യത മാത്രമേ ഉള്ളൂ. ആ അറിവേ എനിക്കുള്ളൂ. ആ യോഗ്യതയിലാണ് ഞാൻ നിൽക്കുന്നത്. എനിക്കറിയാം, എൻ്റെ ജീവിതത്തിൽ നിന്ന് ചോര കൊണ്ട് എഴുതിയ ഒരു സത്യമുണ്ട്: ദൈവവചനത്തെ ഉയർത്തുന്നവരെ ദൈവം താഴ്ത്തില്ല. അതാരുമായിക്കൊള്ളട്ടെ, എവിടെയും ആയിക്കൊള്ളട്ടെ, ഏത് കുഴി കിടക്കുന്നവനായിക്കൊള്ളട്ടെ, ദൈവവചനത്തെ ഉയർത്തുന്നവൻ ഏണിയിൽ കയറുന്നത് പോലെ പടിപടിയായി അവൻ കയറി വരുന്നത് കാണാൻ പറ്റും. അവൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ ക്ലാസ്സിൻ്റെ ഏറ്റവും പിറകിലത്തെ ബെഞ്ചിൽ പോയി കിടന്ന ഒരു യോഗ്യതയില്ലാത്തവനാണ്. അവൻ എങ്ങനെ ഈ നിലയിലെത്തി? അവൻ ജീവിതത്തിൽ എല്ലാ വിഷയങ്ങളും തോറ്റപ്പോഴും ദൈവവചനത്തെ അവൻ സ്നേഹിച്ചിരുന്ന ഒരാളായിരുന്നു. അവനെ ദൈവം വഴികളിലൂടെ ഉയർത്തി വളർത്തി. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ ദൈവവചനത്തെ സ്വീകരിച്ചു. നിസ്സാരമല്ല, അത് ചെറിയ കാര്യമല്ല, ഗൗരവമായി സ്വീകരിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് മറ്റ് പുസ്തകം പോലെ അല്ല, ഇത് ജീവനുള്ള ദൈവത്തിൻ്റെ വാക്കാണ്. ഒന്ന് സ്വീകരിച്ച് നോക്ക്. എന്ത് ചെയ്യണം അതിനുവേണ്ടി? നിങ്ങളൊരു വചനം വായിക്കുമ്പോൾ അത് കഴിഞ്ഞ് നിങ്ങളുടെ മനസ്സിൽ പറയണം: ഈ വചനം ഞാൻ വിശ്വസിക്കുന്നു, ഈ വചനം ഞാൻ പരിശുദ്ധ അമ്മയെപ്പോലെ ഏറ്റെടുക്കുന്നു. പരിശുദ്ധ അമ്മയെ ശ്രേഷ്ഠയാക്കിയത് സൗന്ദര്യമൊന്നുമല്ല. പരിശുദ്ധ അമ്മയെ ശ്രേഷ്ഠയാക്കിയത് ഉപയോഗിച്ച വസ്ത്രത്തിൻ്റെ പ്രത്യേകത കൊണ്ടല്ല. വചനത്തെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞൊരൊറ്റ വാക്കേൽ അവളെല്ലാവരേക്കാൾ ശ്രേഷ്ഠയായി മാറി. നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനും ഒന്ന് ശ്രേഷ്ഠമാകണ്ടേ? നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ശ്രേഷ്ഠമായി വളരണ്ടേ? അവർ വഴിതെറ്റി പോകാൻ പാടില്ല, തകർന്നു പോകാൻ പാടില്ല. നാളെ വഴി കിടക്കുന്നു, അതാ അപ്പുറത്ത് പോലീസ് പിടിച്ചു, അവരെ സ്റ്റേഷനിൽ വെച്ച് അവരെ അടിച്ചു. ഇതൊന്നുമല്ല നമ്മൾ കേൾക്കേണ്ട വാർത്തകൾ. മാതാപിതാക്കൾ ഇന്ന് പലരും കേൾക്കുന്ന വാർത്ത: നിൻ്റെ കൊച്ചിന് ഇതാ പോലീസ് സ്റ്റേഷനിലുണ്ട്, ലോക്കപ്പിൽ നിന്ന് ഇറക്കണ്ടേ, അവർക്ക് പോലീസുകാരൻ നല്ല തല്ല് കിട്ടിയെന്ന് തോന്നുന്നു. ഇതൊക്കെയാണ് ഇന്ന് കേൾക്കുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടാകാതിരിക്കാൻ പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിൽ വേണം വളരാൻ. വഴിതെറ്റി പോകത്തില്ല. അവരുടെ ജീവിതം ഒരിക്കലും കുഴിയിലേക്ക് പോവില്ല. കുഴിയിൽ നിന്ന് അവർ കയറാൻ തുടങ്ങും. കുഴിയിൽ നിന്ന് കയറിയ അനേകർ ഈ ഒരു ചുവട് വച്ചാണ് കയറിയത്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവവചനം സ്വീകരിക്കാൻ തയ്യാറാകുക. അങ്ങനെയെങ്കിൽ അബ്രാഹത്തെ പോലെ നിങ്ങളൊരു അനുഗ്രഹം കാണും. എപ്പോഴാണെന്നറിയോ? അബ്രാഹാം മലമുകളിൽ ചെന്ന് ബലിപീഠം ഉണ്ടാക്കി, കത്തിയെടുത്ത് എല്ലാം തീർന്നു. എനിക്ക് ദൈവം തന്ന ഈ കൊച്ച് എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ കൺമുമ്പിൽ തീരാൻ പോകുന്ന സമയത്ത് ദൈവം വിളിക്കുവാണ്: അബ്രഹാം! അവിടെ ഒറ്റ മനുഷ്യക്കുഞ്ഞില്ലാത്ത ആ മോറിയ മലമുകളിൽ ദൈവം അത് കണ്ടു. നിൻ്റെ യാത്ര ദൈവം കാണുന്നു. നീ കയറുന്ന മല ഏതാണെന്ന് ദൈവത്തിനറിയാം. നീ എവിടെയായി ഇങ്ങനെ ഒരു പ്രതിസന്ധി എനിക്ക് ദൈവത്തിനറിയാം. കറക്റ്റ് സമയത്ത് വിളിക്കും: അബ്രഹാം! തൊട്ടുപോകരുത്. ആ കത്തിയും കത്തിയുടെ മുനയും ശരീരവും തമ്മിൽ മൈന്യൂട്ട് സെക്കൻഡ് വ്യത്യാസമുള്ളപ്പം ദൈവം ഇടപെട്ട് എന്നിട്ട് അബ്രഹാം തല ഉയർത്തി നിൽക്കാൻ ദൈവവചനത്തെ അനുസരിക്കുന്നവർക്ക് സാധിക്കും. അവരുടെ തല താന്നു പോകാൻ ഈ ദൈവം സമ്മതിക്കത്തില്ല. പരിശുദ്ധ അമ്മയെ നമ്മളിന്ന് കാണുമ്പോൾ എല്ലായിടത്തും പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥ ഇങ്ങനെ ഉയർന്നു നിൽക്കാൻ കാരണം പരിശുദ്ധമ്മ വചനത്തെ സ്വീകരിച്ചവളാണ്, വിശ്വസിച്ചവളാണ്. ഇതാ കർത്താവിൻ്റെ ദാസി. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ 6ാമത്തെ ദിവസം പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ദൈവം തരൂന്ന് അത് വേറെ ഒരാളോട് പറഞ്ഞായിട്ട് കാണരുത്. അതെന്നോടാ ദൈവം പറഞ്ഞതെന്ന് കേൾക്കണം. ഇവിടെ ഇരിക്കുന്ന എന്നെ കേൾക്കുന്ന ഒരമ്മയുണ്ട്, അപ്പനുണ്ട്, സഹോദരനുണ്ട്, യുവാവുണ്ട്, യുവതിയുണ്ട്, കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്. ഓരോരുത്തരോട് ദൈവം പറഞ്ഞ് ദൈവം തരും. അത് വിശ്വസിച്ചാൽ ആ അനുഭവം സ്വന്തമായിരിക്കും. എങ്ങനെയെന്ന് ചോദിക്കരുത്. അത് നമ്മുടെ ബുദ്ധിയിൽ വഴികളുണ്ടാവില്ല. നമ്മുടെ എല്ലാ വഴികളും അടഞ്ഞവിടെ നിൽക്കുകയായിരിക്കും. ദൈവം തരുമെന്ന് പറഞ്ഞാൽ തന്നിരിക്കും.
ദൈവം തരും. അബ്രാഹാം അതേ അനുഭവത്തിലാണ് മലയിറങ്ങിയത്. പോയ പോലെയാണോ ഇറങ്ങിയത്? പോയപ്പോൾ വിറകും കത്തിയൊക്കെയായി ടെൻഷനോടെ ഇങ്ങനെ കയറി പോവുകയാണ്. തിരിച്ചു വരുന്നത് ദൈവം ഇടപെട്ട 100 അനുഭവങ്ങളുമായി സന്തോഷത്തോടെ മലയിറങ്ങി വന്നു. ഇതുപോലൊരു 33 ദിവസം പ്രാർത്ഥന കഴിഞ്ഞ് ഇന്ന് സങ്കടത്തിലാകാം, ഇന്ന് വിഷമത്തിലാകാം, ഇന്ന് ആകെ ശ്വാസം മുട്ടുന്ന അനുഭവങ്ങളിലൂടെ ആകാം ഇന്ന് കയറി പോകുന്നത്. നിങ്ങൾ 33 ദിവസം നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അബ്രഹാം മലയിറങ്ങി ഇങ്ങനെ വന്നതുപോലെ സന്തോഷത്തോടെ ദൈവം എന്നെ തൊട്ടു, ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടു, ദൈവം എനിക്ക് ഉത്തരം നൽകി എന്ന് പറഞ്ഞൊരു ഒരുപിടി സാക്ഷി, ഒരു കൊട്ട സാക്ഷിയുമായി ഈ മലയിറങ്ങാൻ പ്രിയരെ നിങ്ങളെ ദൈവം സഹായിക്കും. നമുക്കൊരിക്കൽ കൂടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെ തന്നെ ഒന്ന് പ്രതിഷ്ഠിക്കാൻ ഒരുങ്ങാം. ചുമ്മാ എന്തേലുമല്ല, നമ്മുടെ ജീവിതവും ശരീരവും മനസ്സും എല്ലാം. നിങ്ങൾ ഇന്നുവരെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചില്ലെങ്കിൽ ശാലോമിലേക്ക് നിങ്ങൾ വിളിക്കണം. ആ നിയോഗം നിങ്ങൾ പറയണം. ജപമാല സഖ്യത്തിൽ പങ്കുചേരണം. എന്നിട്ടൊരു കൂട്ടായ്മയിൽ നിന്ന് പ്രാർത്ഥിക്കണം. ഈ കൂട്ടായ്മ കളയരുത്. ഇത് അനുഗ്രഹത്തിൻ്റെ ചില ബന്ധങ്ങളാണ്, ദൈവം ഒരുക്കിയ അവസരങ്ങളാണ്. അത് കളയരുത്. തുടർന്നുള്ള ആരാധനയിലേക്ക് പ്രാർത്ഥനയോടെ പ്രവേശിക്കുമ്പോൾ ഇന്ന് ഈ ആരാധനയിലും വചനത്തിലും കേട്ട കാര്യങ്ങൾ 100% നിങ്ങളുടെ നാവുകൊണ്ട് പറയും. ദൈവം തരും, ദൈവം തരും. അത് തെറ്റില്ല, അത് തെറ്റിപ്പോകില്ല. പരിശുദ്ധാത്മാവ് അതിനായി നമ്മളെ സഹായിക്കട്ടെ. ഈ വചനത്തിലൂടെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നിങ്ങൾ സന്തോഷിക്കും. തുടർന്ന് പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കും സ്വർലോകനാഥനാം മിശിഹാ. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കും സ്വർലോകനാഥനാം മിശിഹാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ വിമല ഹൃദയ പ്രതിഷ്ഠ അതിനായി ഒരുക്കുന്ന ദൈവാത്മാവിൻ്റെ വ്യത്യസ്തമായ ഇടപെടലുകൾ അനുഭവിക്കുന്ന ഈ നല്ല ദിവസങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ആരാധനയുടെ മുമ്പിൽ പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും കൂടെ ഇരിക്കുന്ന നമുക്ക് കുറച്ചുകൂടെ വിശ്വാസത്തോടും പ്രാർത്ഥനയിലും ആയിരിക്കാം. ഇന്നത്തെ ആരാധനയിൽ നിയോഗമായി സമർപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളെയും ഇപ്പോൾ ഓർക്കുന്നു. ഇപ്പോൾ ഈ ആരാധനയിൽ പങ്കെടുത്തിരിക്കുന്ന ഓരോ വ്യക്തികളുടെ ആവശ്യങ്ങളും ഓരോ കുടുംബങ്ങളെയും ഓരോ യുവതി യുവാക്കളെയും മാതാപിതാക്കൾ കൊച്ചു കുഞ്ഞുങ്ങൾ എല്ലാ പ്രായത്തിലുള്ളവരെയും സ്നേഹത്തോടെ ഈ ആരാധനയുടെ മുമ്പിൽ ചേർത്ത് വയ്ക്കുകയാണ്. ഒരു നിമിഷം നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഈ വചനം കേൾക്കുന്ന കുടുംബങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ. ഈ യുവതി യുവാക്കളെ അനുഗ്രഹിക്കണമേ. ഈ മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ. അവരുടെ പ്രാർത്ഥനാ നിയോഗ
നിയോഗങ്ങളിൽ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകണമേ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ സഹായം അവരുടെ ജീവിതത്തിൽ അവർക്ക് അനുഭവിക്കാൻ ഇടവരണമേ. പരിശുദ്ധാത്മാവെ സഹായിക്കണമേ, പരിശുദ്ധാത്മാവെ സഹായിക്കണമേ, പരിശുദ്ധാത്മാവെ സഹായിക്കണമേ, പരിശുദ്ധാത്മാവെ ഇടപെടണമേ, പരിശുദ്ധാത്മാവെ ഇടപെടണമേ. ഈ കുടുംബത്തിന് വേണ്ടി, ഈ നിയോഗങ്ങൾക്ക് വേണ്ടി എല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയുടെ സാന്നിധ്യം ഇപ്പോൾ അയക്കണമേ. ഇവരായിരിക്കുന്നവരുടെ ജീവിത സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളെ അങ്ങ് വെളിപ്പെടുത്തണമേ. ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളെ അങ്ങ് വെളിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവെ ഇടപെടണമേ, പരിശുദ്ധാത്മാവെ ഇടപെടണമേ, പരിശുദ്ധാത്മാവെ ഇടപെടണമേ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ആരാധനയിലേക്ക് ഓരോ നിയോഗങ്ങളെ സമർപ്പിക്കുമ്പോൾ ഇന്ന് കേട്ട വചനത്തിലെ ഒരു പ്രസക്ത ഭാഗമാണ് ആരാധനയിൽ ചേർത്ത് വയ്ക്കുന്നത്. അബ്രാഹാം മകനായ ഇസഹാക്കിനോട് പറഞ്ഞൊരു വാക്കുണ്ട്, ദൈവം തരും. ഒരു നല്ല ഉത്തരവാണത്, ദൈവം തരും. അങ്ങനെയെങ്കിൽ ഈ ഒരു നല്ല ബോധ്യത്തിലിരുന്ന് നിങ്ങളിങ്ങനെ നിയോഗങ്ങളൊക്കെ എഴുതി ഒരു നിയോഗത്തോടെയാണ് ഈ 33 ദിവസം പങ്കെടുക്കുന്നത്. ഇന്ന് നിങ്ങൾ കേൾക്കുന്ന ആ നിയോഗത്തെ, നിങ്ങൾ കേൾക്കുന്ന സ്വരമാണ് ദൈവം തരും, ദൈവം തരും. ആ വിഷയത്തെ മുൻനിർത്തി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ആ ഒരു വാക്യത്തെ ഞാൻ വിശ്വസിക്കുകയാണ്, ദൈവം തരും. ഒരാൾ എന്നോട് പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, നാളെ 10:30 സമയമാകുമ്പം എനിക്ക് ഇത്ര ലക്ഷം രൂപ കൊടുക്കാനുണ്ട്. ഞാൻ കുറേ പേരുടെ വീടുകളിൽ പോയി ഡയറക്റ്റായിട്ട് ഞാൻ ചോദിച്ചു, കുറച്ച് പണം ഉണ്ടാകുമോ? എനിക്കൊരു അത്യാവശ്യ നിലയിലാണ്, എന്നെ ഒന്ന് സഹായിക്കാമോ? അവരെല്ലാം ചെറിയ ചെറിയ ന്യായങ്ങൾ പറഞ്ഞു. ഇന്നലെ ചോദിക്കാൻ പാടില്ലായിരുന്നു, ഇപ്പം എൻ്റെ അടുത്തില്ല കേട്ടോ, ഞാൻ 1 മാസത്തിനുള്ളിൽ നോക്കാം. ആരും ഉറപ്പ് നൽകിയില്ല. അപ്പം അദ്ദേഹം അന്ന് വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ച അതിന് ശേഷം അയാൾ പ്രാർത്ഥനാമുറിയിൽ കയറി. എന്നിട്ട് അദ്ദേഹം ആ ഒരു കാര്യത്തെ എല്ലാം വെച്ച് പ്രാർത്ഥിച്ചു. അപ്പം അയാൾ പറയണം, എൻ്റെ ചെവികളിൽ ദൈവം എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, ആ വാക്കിൽ ഞാൻ കിടന്നുറങ്ങിയെന്ന് പറഞ്ഞു. ദൈവം നിനക്ക് തരും, ദൈവം ഒരുക്കും, ദൈവം തരും, ദൈവം ഒരുക്കും. ഈ 2 കാര്യങ്ങൾ മറക്കരുത്. ദൈവം തരും, ദൈവം ഒരുക്കും. ആ മനുഷ്യൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിനൊരു ഫോൺ വിളിച്ച് അദ്ദേഹത്തിൻ്റെ പുറം രാജ്യത്ത് ജോലി ചെയ്യുന്നൊരു സുഹൃത്തിനെ അന്നേരം ഇത്രയും ദിവസം അലഞ്ഞു നടന്ന് പലരോടും ചോദിച്ചപ്പം ഇയാളുടെ മുഖമോ ഇയാളുടെ നമ്പർ ഫോണിലുണ്ടെന്ന് പോലും ഓർത്തില്ല. അദ്ദേഹം ആ പ്രാർത്ഥനയിൽ നിന്നിറങ്ങി കുറച്ച് കഴിഞ്ഞ് അയാളൊരു ഫോണിൽ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിന് മെസ്സേജ് അയച്ചു, നിനക്ക് ഫ്രീ ഉള്ളപ്പം ഒന്ന് വിളിക്കാമോ, ഞാനൊരു അത്യാവശ്യ ഘട്ടത്തിലാണ്. ആ മെസ്സേജ് കണ്ടപ്പോൾ അയാൾ വിളിച്ചു. വാട്സപ്പിലാണ് വിളിച്ചത്. അപ്പോൾ ഇങ്ങനെ ഒരു സാമ്പത്തിക കാര്യം പറഞ്ഞപ്പോൾ അയാൾ അന്നേരം ചെയ്തത്, ഞാൻ നിനക്ക് കുറച്ച് പൈസ ഇപ്പം അക്കൗണ്ടിലേക്ക് ഇട്ടേക്കാം, നീ അതിൻ്റെ വേണ്ട പോലെ ആ കാര്യങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞു. പ്രതീക്ഷിക്കാത്ത, അപ്പം ദൈവം വാക്കു പറഞ്ഞ ദൈവം വിശ്വസ്തനാണ്. ആ മനുഷ്യൻ പറയാം, 10:30 എനിക്ക് ആവശ്യം എൻ്റെ മുമ്പിലുള്ളത്. അതിനുശേഷം ചിലപ്പോൾ ഈ പണം ചോദിച്ചു വരുന്നവർ അടിക്കാം, ചിലപ്പോൾ അപ്പനും അമ്മയ്ക്കും പറയും, ചിലപ്പോൾ മക്കളുടെയും ഭാര്യയുടെയും മുമ്പിൽ വെച്ച് വല്ലാതെ നാണം കെടേണ്ടി വരും, അല്ല അയൽവാസികൾ കേൾക്കും. അത്രയും ഞാൻ തകർന്നു പോകുമായിരുന്നു. പക്ഷേ 9:45 സമയത്താണ് സുഹൃത്ത് പറയുന്നത്, ഞാൻ നിനക്ക് അക്കൗണ്ടിലേക്ക് പണമിടാം. കാര്യങ്ങൾ ദൈവം ഇടപെട്ടത് കണ്ടോ? ദൈവം കരുതും, ദൈവം ഇടപെടും. ആമേൻ. ഈ 2 കാര്യങ്ങൾ ഒന്ന് സൂക്ഷിച്ചു വെച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവം കരുതും, ദൈവം തരും. ദൈവം കരുതും. പാട്ടുകാരൻ പാടുന്നതോടൊപ്പം ആദ്യത്തെ 4 വരികളൊന്ന് ശ്രദ്ധിക്കുകയാണ് ഈ ആരാധനയിൽ. ദൈവം കരുതും. ഒരു പാട്ടിങ്ങനെയുണ്ട്, കരുതുന്നവൻ ഞാനല്ലയോ, കരുതുന്നവൻ ഞാനല്ലയോ. കരുതുന്ന ഒരു ദൈവമുണ്ട്, നിങ്ങളെ കരുതുന്നൊരു ദൈവമുണ്ട്, നിങ്ങളെ സൂക്ഷിക്കുന്നൊരു ദൈവമുണ്ട്. കരുതുന്ന ദൈവം, ദൈവം തരും. വിശ്വാസത്തിൽ ഒന്ന് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് നിങ്ങളുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളെല്ലാം വെച്ചിട്ട് ആ പ്രാർത്ഥനയെ നോക്കിയിട്ട് ദൈവം പറയാണ്, ദൈവം കരുതും, ദൈവം തരും. കുഞ്ഞെ സങ്കടപ്പെടണ്ട, വിഷമിച്ച് തലതാഴ്ത്തിയിരിക്കണ്ട, ദൈവം കരുതും, ദൈവം തരും. ഈ 4 വരികളൊന്ന് ശ്രദ്ധയോടെ കേട്ടെ. കരുതുന്നവൻ ഞാനല്ലയോ, കരയുന്നതെന്തിനോ നീ, കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ,
എത്രയോ അർത്ഥമുള്ളൊരു വാക്കാണ്. ഒരിക്കൽ കൂടി ഒന്ന് ചേർന്ന് പാടാം. കരുതുന്നവൻ ഞാനല്ലയോ, കരയുന്നതെന്തിനു നീ? കണ്ണുനീരിന്റെ താഴ്വരയിൽ, കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. അടുത്ത വരികളൊന്ന് ശ്രദ്ധിക്കാമോ? എന്റെ മഹത്വം കാണുക നീ, എന്റെ കയ്യിൽ തരിക നിന്നെ. ഓ എന്റെ മഹത്വം കാണുക നീ, എന്റെ കയ്യിൽ തരിക നിന്നെ. എന്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്ന് എന്നും നടത്തിയിടും ധരയിൽ. പാടാമോ? എന്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്ന് എന്നും നടത്തിയിടും ധരയിൽ. വിശ്വാസത്തോടെ പാടിയെ കരുതുന്നവൻ ഞാനല്ലയോ, കരയുന്നതെന്തിനു നീ? കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. ഒന്ന് ശ്രദ്ധിച്ചോ ആ വാക്കുകൾ? കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. അടുത്ത ഒന്നും കൂടെ പാടും. എൻ്റെ മഹത്വം നീ കാണുക, എൻ്റെ ശക്തി നീ അറിയുക. ആ ശക്തിയാണ്, ആ ഒരാശ്രയത്വമാണ് ഈ ബോധ്യം നിനക്ക് തരുന്നത്. ദൈവം കരുതും, ദൈവം എനിക്ക് തരും. എൻ്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്ന്, എൻ്റെ മഹത്വം നീ കാണ്. ചേർന്ന് പാടാം. എന്റെ മഹത്വം കാണുക നീ, എന്റെ കയ്യിൽ തരിക നിന്നെ. അപ്പോൾ ശ്രദ്ധിച്ചേ, എന്റെ മഹത്വം കാണുക നീ, എന്റെ കയ്യിൽ തരിക നിന്നെ. ഈ പാടിയത് നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ? ആ പാട്ട് പാടും ഇങ്ങനെയാണ്: എൻ്റെ കയ്യിൽ തരിക നിന്നെ, എൻ്റെ മഹത്വം നീ കാണ്, എൻ്റെ കയ്യിൽ തരിക. നിങ്ങളുടെ ആ നിയോഗങ്ങൾ, ആ പ്രാർത്ഥനകൾ വിശ്വാസത്തിൽ ആ ദൈവത്തിൻ്റെ കയ്യിലേക്കൊന്ന് കൊടുക്കാമോ? നമ്മുടെ കയ്യിലുള്ള ഒരു വസ്തുവോ എന്തെങ്കിലും മറ്റൊരാളുടെ കൈകളിലേക്ക് കൈമാറുന്നത് പോലെ, ഒരു ബക്കറ്റിലെ വെള്ളം, ഒരു കപ്പ് വെള്ളം അത് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിക്കുന്നത് പോലെ നിങ്ങളുടെ വിഷമങ്ങളെ, നിങ്ങളുടെ സങ്കടങ്ങളെ, പ്രാർത്ഥനകളെ ഈ ദിവികാരുണ്യത്തിൽ ഇന്നും ജീവിക്കുന്ന ദൈവത്തിലേക്കൊന്ന് കൈമാറ്. എൻ്റെ ശക്തി ഞാൻ, എൻ്റെ മഹത്വം നീ കാണ്, എൻ്റെ കയ്യിൽ തരിക നിന്നെ. ദൈവത്തിൻ്റെ കയ്യിലേക്ക് കൊടുത്ത് ഈ പാട്ട് ചേർന്നൊന്ന് പാടാമോ? എൻ്റെ മഹത്വം നീ കാണ്. എന്റെ മഹത്വം കാണുക നീ, എന്റെ കയ്യിൽ തരിക നിന്നെ. കൂടി എന്റെ മഹത്വം കാണുക നീ, എന്റെ കയ്യിൽ തരിക നിന്നെ. പിന്നെയോ എന്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്ന് എന്നും നടത്തിയിടും ധര. എന്നും നടത്തും. എന്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്ന് എന്നും നടത്തിയിടും ധരയിൽ. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്ക് ഈ പാടിയതൊരു അനുഭവമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവം തരും, ദൈവം കരുതും. ഒരു നിമിഷം പ്രാർത്ഥനയോടെ ഇരുന്ന് ഈ വചനം ഒന്ന് ശ്രദ്ധിക്കാം. ഈ വചനം നമ്മൾ ഇന്ന് കേട്ട വചനമാണ്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 1 മുതലുള്ള വാക്യമാണ്. അബ്രാഹത്തിന് ദൈവത്തിൻ്റെ ഒരു അരുളപ്പാട് ലഭിക്കുകയാണ്. നീ നിൻ്റെ മകനെ എനിക്ക് വേണ്ടി ബലി അർപ്പിക്കണം. അബ്രാഹത്തിന് മക്കളില്ലായിരുന്നു. ദീർഘനാൾ കാത്തിരുന്നാണ് അവർക്ക് ദൈവം ഈ അനുഗ്രഹം നൽകിയത്. എന്നാൽ കുഞ്ഞിന് കുറച്ച് പ്രായമായപ്പോൾ കണ്ട് കൊതി തീർന്നിട്ടില്ല, എടുത്ത് കൊതി തീർന്നിട്ടില്ല, സന്തോഷിപ്പിച്ചും ലാളിച്ചും കൊതി തീർന്നിട്ടില്ലാത്ത അബ്രാഹത്തോട് ദൈവം പറയാണ്, ആ കുഞ്ഞിനെ നീ മലമുകളിൽ കൊണ്ടുപോയി ബലി അർപ്പിക്കണം. അങ്ങനെ ബലി അർപ്പിക്കാൻ പോകുന്ന ആ ഒരു സമയത്ത് വിറകും കത്തിയും തീയുമൊക്കെ എടുത്ത് മോറിയ മല കയറാൻ തുടങ്ങുന്നതിന് മുമ്പ് മകനായ ഇസഹാക്ക് ചോദിച്ചു, വിറകും തീയും കത്തിയുമുണ്ടല്ലോ, ബലി അർപ്പിക്കാനുള്ള
ബലിമൃഗം എവിടെ? 22-ാം അധ്യായം 8-ാമത്തെ വാക്യം. ഇത് കേട്ടപ്പോൾ തെല്ലും ആലോചിക്കാതെ, അയ്യോ ഞാൻ ആ കാര്യം ചിന്തിച്ചില്ലല്ലോ എന്ന് പറയാതെ, അതൊരു വലിയ കാര്യമാണല്ലോ, ഞാൻ ആ കാര്യം വിട്ടുപോയി എന്ന് പറയാതെ, തെല്ലും ആലോചിക്കാതെ 8-ാമത്തെ വാക്യം, അവൻ മറുപടി പറഞ്ഞു, ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തന്നെ തരും. അവിടെ ദൈവം തരും എന്നല്ല കേട്ടോ. നമ്മളൊക്കെ സാധാരണ ആ വാക്യം മറ്റൊരാളോട് പറയുമ്പോൾ ദൈവം തരും എന്നാവും. പക്ഷെ അതിനകത്ത് ദൈവം തന്നെ തരും എന്ന് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ബൈബിൾ നോക്കിക്കേ, ബൈബിൾ തുറന്നു വെച്ച് നോക്കിക്കേ. 22-ാം അധ്യായം 8-ാമത്തെ വാക്യം, ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തരുമെന്നല്ല, ദൈവം തന്നെ തരും. എത്ര ഉറപ്പുണ്ടേലല്ലേ ആ വാക്ക് അവിടെ വരുള്ളൂ. അല്ലെങ്കിൽ ദൈവം തരുമായിരിക്കും. നമുക്കൊന്ന് പോയി നോക്കാം, ചെന്ന് നോക്കാം, വരുന്നിടത്ത് വെച്ച് കാണാം. ഈ ഒരു മൈൻഡല്ല. മൈൻഡ് ഇതാണ്, ദൈവം തന്നെ തരും. എനിക്ക് നിങ്ങളോടും ഈ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നിന്നുകൊണ്ട് എനിക്ക് നിങ്ങളോടൊരു കാര്യം ഈ തുറന്ന ബൈബിളിൽ നിന്ന് പറയാനുണ്ട്. നിങ്ങളുടെ ജീവിതത്തെ നോക്കിയിട്ട് ദൈവം തന്നെ തരും. ദൈവം തന്നെ ആ കാര്യം നടത്തും. ദൈവം തന്നെ ഈ പ്രശ്നം പരിഹരിക്കും. ദൈവം തന്നെ ഈ രോഗം സൗഖ്യമാക്കും. ദൈവം തന്നെ ഈ കാര്യത്തിൽ ഇടപെടും. ദൈവം തന്നെ ഇടപെടും. വേറെ ആരും ഇടപെട്ടിട്ട് കാര്യമില്ല. ദൈവം തന്നെ തരും. എന്നിട്ട് അടുത്ത വാക്ക് ഇങ്ങനെയാണ്, അവരൊന്നിച്ച് മുമ്പോട്ട് പോയി, ഒരുമിച്ച് മുമ്പോട്ട് പോയി. അങ്ങനെ അവിടെ ചെന്ന് അബ്രഹാം ബലിപീഠം പണിതു, വിറകടുക്കി, അതിൻ്റെ മുകളിൽ ഇസഹാക്കിനെ ബന്ധിച്ചു കിടത്തി, അരയിൽ സൂക്ഷിച്ചിരുന്ന കത്തിയെടുത്ത് ആ കത്തിയുടെ മുനയും ഇസഹാക്കിൻ്റെ ശരീരവും തമ്മിൽ സെക്കൻഡിൻ്റെ വ്യത്യാസമുള്ളപ്പോൾ സ്വർഗത്തിലെ ദൈവം ഒരു വിളിക്കുകയാണ്, അബ്രഹാം. പേരാ വിളിച്ചത്, അബ്രഹാം. ഇന്ന് ദൈവം നിങ്ങളുടെ പേര് വിളിച്ച് അനുഗ്രഹിക്കുന്ന ദിവസമാണ്. അബ്രാഹത്തെ മോറിയ മലമുകളിൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് അബ്രഹാം കേൾക്കാണ്, അബ്രഹാം എന്നൊരു വിളി. അബ്രഹാം, അബ്രഹാം എന്ന് വിളിച്ചു. ഇതുപോലെ നിന്റെ കുടുംബത്തെ, ഈ കുടുംബത്തിലുള്ള വ്യക്തികളുടെ പേര് വിളിച്ച് ഇന്ന് സ്വർഗം അനുഗ്രഹിക്കുന്ന ദിവസമാണ് ഈ ആരാധനയുടെ സമയം. പേര് വിളിച്ച് നിന്റെ കുടുംബത്തെ വിടുവിക്കുന്ന സമയം, പേര് വിളിച്ച് നിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന സമയം, പേര് വിളിച്ച് നിന്നെ വിടുവിക്കുന്ന, അനുഗ്രഹിക്കുന്ന, സൗഖ്യമാക്കുന്ന ഒരു സമയമാണ്. അബ്രഹാം എന്ന് വിളിച്ചിട്ട് പറഞ്ഞു, കുട്ടിയുടെ മേൽ കൈവയ്ക്കരുത്. അതിനുശേഷം ഒരു അത്ഭുതമുണ്ട്. ബൈബിൾ എഴുതിയിരിക്കുന്നു, അവിടെ 14-ാമത്തെ വാക്യം, 13-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, അബ്രഹാം തല പൊക്കി നോക്കി. എങ്ങനെ തല പൊക്കി നോക്കുക എന്ന് പറഞ്ഞാൽ, നമ്മൾ തല ഇങ്ങനെ ഉയർത്തി നോക്കും. അപ്പം അത്രയും നേരം പല കാര്യങ്ങളെ ഓർത്ത് അസ്വസ്ഥതയുള്ള മനസ്സും ആ അബ്രാഹം എങ്ങനെയിരുന്നേ? തല താന്നിരുന്നതാണ്. വിശ്വാസത്തിൽ മല കയറി അബ്രാഹം കൂടുതൽ തല താഴ്ന്നു എന്നല്ല, തല ഉയർത്തി നിർത്തി. ഇപ്പോൾ എവിടെയെങ്കിലും ഏതെങ്കിലും വിഷയത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ തല കുനിഞ്ഞു നിൽക്കുകയാണോ? ടെൻഷനായി നിൽക്കുകയാണോ? നിന്റെ തലയെ, ശിരസിനെ ഉയർത്താൻ ദൈവം അനുഗ്രഹിക്കും. പേര് വിളിച്ച് നിന്നോട് ദൈവം പറയും, നീ ഒരു കാര്യത്തിലും വിഷമിച്ച് ഇങ്ങനെ ചുരുണ്ടിരിക്കണ്ട, തല കുനിച്ചിരിക്കണ്ട. ആ സംഭവം എങ്ങനെയാണല്ലോ, ഈ വീടിൻ്റെ അവസ്ഥ ഇങ്ങനെയാണല്ലോ, ഈ സാഹചര്യം ഇങ്ങനെയാണല്ലോ, തല കുനിച്ചിരിക്കണ്ട. ദൈവം പറയാ, നീ തല ഉയർത്തി നോക്ക്, ശിരസ് ഉയർത്തി നോക്ക്. ശിരസ് ഉയർത്തി നോക്കിയപ്പോൾ എന്താ കണ്ടെന്നറിയോ? ദൈവം ഒരുക്കിയത് കണ്ടു, ദൈവം കരുതിയത് കണ്ടു. പ്രിയപ്പെട്ടവരെ, വിഷമമുള്ള മനസ്സും സംശയമുള്ള മനസ്സും പ്രാർത്ഥനയില്ലാത്ത മനസ്സുമായിരുന്നാൽ തല ഉയർത്തി നോക്കാൻ കഴിയില്ല. ദൈവം ഒരുക്കിയത് കാണണമെങ്കിൽ വിശ്വാസത്തിൽ ആ ശിരസ് ഉയർന്നു നിൽക്കണം. അങ്ങനെയെങ്കിൽ ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകളും നിങ്ങളുടെ ജീവിതവും എല്ലാം ദൈവകരങ്ങളിലേക്കൊന്ന് സമർപ്പിച്ചിട്ട് ശിരസ് ഉയർത്താൻ ദൈവം ഒരുക്കുന്ന സമയം. പേര് വിളിച്ച് നിന്നെ ഇന്ന് അനുഗ്രഹിക്കും. പേര് വിളിച്ച്. അതിൻ്റെ അടുത്ത വാക്യം ഒന്ന് വായിക്കുകയാണ്, 14-ാമത്തെ വാക്യം. അബ്രഹാം ആ സ്ഥലത്തിന് യാഹ്വേ ഇരേ എന്ന് പേരിട്ടു. അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയോ? കർത്താവിൻ്റെ മലയിൽ അവിടുന്ന് വേണ്ടത് പ്രദാനം ചെയ്യും എന്നവൻ പറഞ്ഞു. ഒരിക്കൽ കൂടി ആ വാക്ക് അബ്രഹാം എന്നാ പറഞ്ഞെന്നറിയോ? മല കയറി മുകളിലെത്തി തല ഉയർത്തി നോക്കി ദൈവം ഒരുക്കിയത് കണ്ടപ്പോൾ അബ്രഹാം പറയുവാണ്, ദൈവത്തിൻ്റെ മലയിൽ അവിടുന്ന് വേണ്ടത് പ്രദാനം ചെയ്യും. എങ്ങനെയെങ്കിലും ഇന്ന് ദിവ്യകാരുണ്യ ഈശോ
നിങ്ങളോട് പറയുവാണ്, ഈ ആരാധനയിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടത് പ്രദാനം ചെയ്യും. വേണ്ടത് എന്താ നിങ്ങൾക്ക് വേണ്ടത്? എന്താ? ചിലർ പറയും ചില സമാധാനമാണ് എനിക്ക് വേണ്ടത്. ചിലർ പറയും ഒരല്പ സാമ്പത്തിക പ്രതിസന്ധി മാറുകയാണ് എൻ്റെ ആവശ്യം, അതാണ് എനിക്ക് വേണ്ടത്. ചിലർ പറയും എൻ്റെ ശരീരത്തിൽ ഇങ്ങനെ ഒരു രോഗമാണ്, അതൊന്ന് മാറുകയാണ് എനിക്ക് വേണ്ടത്. അബ്രഹാം പറഞ്ഞു, ദൈവത്തിൻ്റെ മലയിൽ അവിടുന്ന് വേണ്ടത് പ്രദാനം ചെയ്യും. ഇന്ന് ഈ 33 ദിവസത്തെ വിമല ഹൃദയ പ്രതിഷ്ഠാ പ്രാർത്ഥനയ്ക്കൊരുക്കമായി ശാലോമിലെ ശുശ്രൂഷയുടെ ദിവസം ദൈവം നിങ്ങൾക്ക് ഓർത്തു വെക്കാൻ പറ്റുന്നൊരു സമയമാണിത്. ദൈവം നിങ്ങൾക്ക് വേണ്ടത് ഈ ദിവസത്തിൻ്റെ ആരംഭത്തിലായിരിക്കും ഇത് കേൾക്കുന്നത്, മധ്യാഹ്നത്തിലായിരിക്കും ഇത് കേൾക്കുന്നത്, സന്ധ്യയായി രാത്രിയിലെ ഈ സമയത്തായിരിക്കും ഇത് കേൾക്കുന്നത്. ദൈവം നിങ്ങൾക്ക് വേണ്ടത് പ്രദാനം ചെയ്യും. നിന്റെ മക്കൾക്ക് വേണ്ടത്, നിന്റെ കുടുംബത്തിന് വേണ്ടത്, ആരോഗ്യത്തിന് വേണ്ടത്, ആയുസ്സിന് വേണ്ടത്, ജീവിത പങ്കാളിക്ക് വേണ്ടത്, ആത്മീയ ജീവിതത്തിന് വേണ്ടത്, ഭൗതിക ജീവിതത്തിന് വേണ്ടത്, ബന്ധങ്ങളിൽ വേണ്ടത് പ്രദാനം ചെയ്യും. ഒത്തിരി നിയോഗങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലേ? അങ്ങനെങ്കിൽ ആ വേണ്ട കാര്യങ്ങളെ ഈ ആരാധനയിലേക്കൊന്ന് കൊടുത്തേ. അബ്രഹാം മോറിയ മല കയറിയത് ഒരു പക്ഷേ ദൈവം തരുമെന്നൊക്കെ പറഞ്ഞാലും മാനുഷികമായി ചിന്തിക്കുമ്പോൾ ഒത്തിരി ടെൻഷനൊക്കെ കാണും ആ മനസ്സിൽ. പ്രായമുള്ള ആ മനുഷ്യൻ്റെ മനസ്സ് പലപ്പോഴും കലങ്ങിയതായിരിക്കും. പക്ഷെ ഒരു ബോധ്യമുണ്ട്, അങ്ങനെയൊക്കെ സംഭവിച്ചാലും ഒരു സൈഡിൽ വേദനയുണ്ടെങ്കിലും ദൈവം തരുമെന്ന് ഉറപ്പ്. അങ്ങനെയെങ്കിൽ നിങ്ങളായിരിക്കുന്ന നിങ്ങളുടെ ഭവനങ്ങളിലിരുന്ന് സാഹചര്യങ്ങളെല്ലാം കണ്ട് കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് ഒരിക്കൽ കൂടി ആ പാട്ടുകൾ പാടി. എൻ്റെ മഹത്വം കാണുക നീ, എൻ്റെ കയ്യിൽ തരിക നിന്നെ, എൻ്റെ മഹത്വം നീ കാണ്. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ മലയിൽ വേണ്ടത് ദൈവം ചെയ്തെങ്കിൽ ഈ ആരാധനയിൽ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടത് ദൈവം ചെയ്യും. ദൈവം തരും, ദൈവം കരുതും. പ്രതിസന്ധികൾ മാറുന്നതാണോ? ദൈവം കരുതും, ദൈവം തരും. ബന്ധനങ്ങൾ അഴിയേണ്ട ആവശ്യമാണോ? ദൈവം അവിടെ കരുതും, ദൈവം ഒരുക്കും. എൻ്റെ അടുത്ത് ചിലപ്പോഴൊക്കെ വാട്സപ്പിൽ ചിലരിങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് ഒരു മെസ്സേജ് വിടും. ഞങ്ങൾ ഇങ്ങനെയാണ്, ഞങ്ങളുടെ അവസ്ഥ ഇതാണ്. ഞാൻ അതിൻ്റെ താഴെ അത് വായിച്ചിട്ട് ചിലപ്പോൾ ഇംഗ്ലീഷിൽ ഇന്ന അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്ത് മലയാളത്തിൽ ദൈവം കരുതും, ദൈവം നടത്തും എന്ന് പറയും. അതിൻ്റെ താഴെ അവർ കൈകൂപ്പുന്ന ചില ചിഹ്നങ്ങളും ആമേനൊക്കെ പറഞ്ഞ് ചിലർ സ്വീകരിക്കും. പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ കാണുമ്പോൾ പറയും, ആ കുഞ്ഞു വാക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തുവെന്ന്. ദൈവം കരുതും, ദൈവം തരും. കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് ഒന്ന് പാടുകയാണ്. എൻ്റെ മഹത്വം കാണുക നീ, എൻ്റെ കയ്യിൽ തരിക നിന്നെ. എൻ്റെ മഹത്വം കാണുക നീ, എൻ്റെ കയ്യിൽ തരിക നിന്നെ. ഒരിക്കൽ കൂടി. എൻ്റെ മഹത്വം കാണുക നീ, എൻ്റെ കയ്യിൽ തരിക നിന്നെ. എൻ്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്ന് എന്നും നടത്തിയിടും ധരയിൽ. ചേർന്ന് പാടിയേ. എൻ്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്ന് എന്നും നടത്തിയിടും ധരയിൽ. ആരാധനയുടെ സമാപന സമയം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 14-ാമത്തെ വാക്യം. അബ്രഹാം ആ സ്ഥലത്തിന് യാഹ്വേ ഇരേ എന്ന് പേരിട്ടിട്ട് പറഞ്ഞു, ദൈവത്തിൻ്റെ മലയിൽ അവിടുന്ന് വേണ്ടത് പ്രദാനം ചെയ്യും. നേരത്തെ അബ്രഹാം പറഞ്ഞെന്താ? മകനോട് ദൈവം തരും. ആ വാക്കിൻ്റെ റിസൾട്ട് നോക്ക്. ദൈവത്തിൻ്റെ മലയിൽ അവിടുന്ന് വേണ്ടത് തരും. ഇതൊരു പ്രാർത്ഥനയുടെ മലയാണ്, ഒരു ആരാധനയുടെ മലയാണ്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടത് ദൈവം തരും. ആമേൻ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യ സ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ ഈ വിധത്തിൽ ബോധ്യപ്പെടുത്തി അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഇന്നത്തെ പ്രവൃത്തി. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ഈ വചനം നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് 33 തവണ ഏറ്റുചൊല്ലുക.